ഹാലേലൂയ, ഹാലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ. വീണ്ടും ഒരു നല്ല ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം നമ്മളെല്ലാവരും ബലപ്പെടുത്തിയിരിക്കുക. അതിനൊരു വലിയ സ്തോത്രം ദൈവത്തിന് കൊടുക്കണം. ഹാലേലൂയ. അനേകർക്ക് ഇന്ന് കഴിയാത്ത പല സാഹചര്യങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. ഹാലേലൂയ. എന്നാൽ നമ്മളെ ദൈവം കാത്തു പരിപാലിച്ചു. ഹാലേലൂയ. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടുതൽ നൽകിയാൽ ആ ദിവസം എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നത്. ഹാലേലൂയ. കർത്താവേ, ഇന്ന് എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഹാലേലൂയ, സ്തോത്രം. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പറ്റിയാണ്. എങ്ങനെ നമുക്ക് ആത്മാവിനാൽ നിറയാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദൈവം എന്നോട് സംസാരിക്കാനിടയായി. വരുന്ന നാളുകളിൽ ഇനിയും മഹാവ്യാധികൾ വരാം, പല പല പ്രശ്നങ്ങളും ഈ ലോകത്തിൽ വരാം. ഹല്ലേലൂയ. അതൊന്നും അറിയത്ത് പോലുമില്ല ജനങ്ങൾ, ഈ വരുന്നതും പോകുന്നതും ഒന്നും. അതുപോലെയുള്ള സാഹചര്യം അല്ലേ ഇപ്പം നമുക്കറിയാമല്ലേ, ഏതൊക്കെ രോഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. പല പല രോഗങ്ങളാൽ അങ്ങ് ഭാരപ്പെടുക. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു ലോകത്ത്, ഈ അന്ത്യകാലത്ത്, അവസാന കാലഘട്ടത്തിലൊക്കെ ഈ ഭൂമിയിൽ ഒരു നല്ല ജീവിതം സന്തോഷത്തോടെ ഓരോ ദിവസവും ക്ലേശങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ബലമില്ലാതെ പറ്റില്ല. ഈ ആത്മശക്തിയാലെ നമ്മൾ അനുദിനം നിറഞ്ഞല്ലാതെ പിശാചിന്റെ തന്ത്രങ്ങളെ എന്തു പറയാൻ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്ത് എന്തേയും ദുർഘട സമയങ്ങൾ വരും. പക്ഷെ നമുക്കത് അതിജീവിക്കണ്ടേ? നമുക്കത് ജീവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. നമ്മൾ അവിടെ തകരാനല്ല, തളരാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ഓരോരോ പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയോടെ നമ്മൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ മതിയാവും. ഈ ലോകത്തിൽ ഒരു മഹാവ്യാധി വന്നല്ലേ, അപ്പോൾ എന്ത് പറ്റി? എല്ലാവർക്കും വന്നില്ലേ? അല്ലെ, എല്ലായിടത്തും അത് വ്യാപിച്ചല്ലേ? പക്ഷെ ദൈവമക്കളെ ദൈവം അതിനുള്ളിൽ പരിപാലിച്ചു. ഹല്ലേലൂയ. 10 ബാധകൾ ഉണ്ടായപ്പോൾ ഇസ്രായേൽ മക്കളെ തൊട്ടോ? അത് ഇല്ലല്ലേ. അവർ ഒരേ സ്ഥലത്ത് തന്നെയല്ലേ ആയിരുന്നത്. വേറൊരു ശകലം ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിലും ഒരേ സ്ഥലത്ത് വന്ന ബാധകൾ സ്പർശിക്കാനിടയായി. അപ്പൊ എന്തേത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആത്മശക്തിയാലെ, ആത്മാവിൻ്റെ ജീവനാലെ മുന്നോട്ട് നാം ഓരോ ദിവസവും ചലിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനെയും അതിജീവിക്കാൻ കഴിയും. എല്ലാറ്റിൻ്റെ മേലും നമുക്ക് ജയം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ നാളുകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജീവന്റെ ജലനദികളെ കുറിച്ചാണ്. നിങ്ങളിൽ നിന്ന് ജീവന്റെ ജലനദികൾ ഉത്ഭവിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് എന്തൊഴുകണം? ജീവ ജല നദികൾ ഒഴുകണം. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും. അടുത്ത വാക്യം കൂടി. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ഈ ജീവജല നദികൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? ഒഴുകും. അതെന്തിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് എന്ത് ഒഴുകിയേ മതിയാകൂ? ജീവജല നദികൾ ഒഴുകിയേ മതിയാകൂ. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നോട് പ്രാർത്ഥനാ മുറിയിൽ ദൈവം സംസാരിച്ച ഒരു കാര്യമാണ്, ദാഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഞാൻ അവർക്ക് കുടിക്കുവാൻ കൊടുക്കുകയും അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുകയും ചെയ്യും. ഹല്ലേലൂയ. അനേകരെ ജീവിപ്പിക്കുന്ന ജീവജല നദികളായി അത് മാറും. ഹല്ലേലൂയ. അവർ മാത്രമല്ല ജീവിക്കുക, ഒരു ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ ആ ജീവജല നദികളാലെ ഈ നാളുകളിൽ പിടിക്കപ്പെടുവാനായി പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ചത് ഒന്നുകൂടി നമ്മൾ വായിക്കുക. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ.
എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താണ് ഈ ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം എടുക്കാം കേട്ടോ. വെള്ളം അല്ലേ, നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണോ കുടിക്കും. ഭക്ഷണമായാലോ നമുക്ക് വിശപ്പുണ്ടെങ്കിലേ കഴിക്കും അല്ലേ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഒരിക്കൽ കഴിഞ്ഞ ഒരു ദിവസം കേട്ടോ, കഴിഞ്ഞ ആഴ്ച 2 കല്യാണം ഒരേ ദിവസം വന്നു, 2 മാരേജ് ഫംഗ്ഷൻ. ഒരെണ്ണം തലേ ദിവസം റിസപ്ഷൻ ഇല്ല, പോയി അവിടെ പ്രാർത്ഥിച്ചേ മതിയാകും നമുക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു 2 വിവാഹം ഉണ്ടല്ലോ, ഒരിടത്ത് പോയി അവിടെ റിസപ്ഷൻ ഇല്ലല്ലോ, അവിടെ ആദ്യം പോയി പ്രാർത്ഥിച്ചിട്ട് മറ്റേ റിസപ്ഷനിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്തു, അവർ ഭക്ഷണം ഒരുക്കിയിരുന്നു. അപ്പോൾ എന്തു പറ്റി, നമ്മൾ അവിടെ നിന്ന് കഴിച്ചു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത കല്യാണ വീട്ടിലോട്ട് പോയപ്പോൾ എന്തു പറ്റി, കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ നിന്നേ മുഴുവൻ കഴിച്ചിരിക്കുക, അതുകൊണ്ട് നിറഞ്ഞു പോയി. പിന്നെ നോക്കിയപ്പോൾ നല്ല ബുഹ സെറ്റപ്പിലൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തോ ഒരുക്കി വെച്ചത് ചന്ദ്രി ആൻറ്റി വന്നായിരുന്നു തോന്നുന്ന കല്യാണത്തിലല്ലേ, നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, വിശപ്പില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ദാഹം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് ഒരു ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് പറ്റൂ. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അളവുകളില്ലാതെ. എങ്ങനെയാണ്? അളവുകളില്ലാതെ. അപ്പോൾ ഈ നമുക്ക് ഈ ഭൂമിയിൽ എന്ത് വേണോ നിങ്ങൾ എടുത്തു, എല്ലാത്തിനും ഒരു അളവുണ്ട്. എല്ലാത്തിനും അളവും തൂക്കവും, ഇത്ര കിലോ അരി അല്ലേ, അങ്ങനെ പറയും അല്ലേ, ഇത്ര കിലോമീറ്റർ, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന് എന്തില്ല, അളവില്ല. പക്ഷെ നമ്മൾ അത് അളന്നെടുത്തോണം. നിങ്ങൾക്ക് എത്ര വേണം? നിങ്ങളൊരു കടൽ സങ്കല്പിക്കുക. ഞാനൊരു ഗ്ലാസും കൊണ്ട്, ഒരു ഗ്ലാസ് കേട്ടോ കൊണ്ടുപോയാൽ എനിക്ക് ആ ഗ്ലാസ് വെള്ളം മാത്രമല്ലേ കടലിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ഞാനിനി ഒരു സിൻറ്റെക്സിൻ്റെ ടാങ്ക് കൊണ്ട് പോവുകയാണെങ്കിലും അത്രയും വെള്ളം എടുക്കാം. സ്തോത്രം. അതുപോലെ നമുക്ക് അളവില്ലാതെ ദൈവം നൽകിയിട്ടുണ്ട്. എന്ത്? പരിശുദ്ധാത്മാവ്. അപ്പോൾ എടുക്കുന്നത് ആരെ ജോലിയാണ്? നമ്മുടെ ജോലിയാണ്. അപ്പോൾ എത്രത്തോളം ദാഹമുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം. സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? എത്രത്തോളം നമുക്ക് ദാഹമുണ്ട് അത്രത്തോളം എടുക്കാം. എങ്ങനെയാണ് ഈ ദാഹം നമുക്ക് കുറഞ്ഞു പോകുന്നത്? 2 കാരണങ്ങൾ അതിനുണ്ട്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാലേ അത് കണ്ടെത്തി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന്, നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കും. സ്ഥലമില്ലല്ലോ അടുത്ത് പരിശുദ്ധാത്മാവിന് വരാനായിട്ട്. ഒത്തിരി ആകുലത, ഒത്തിരി കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതിൻ്റെ ചിന്തകളാൽ നമ്മൾ നിറയും. ഏത് സമയത്തും നമുക്ക് ആ ചിന്തയാണ്, ആ ടെൻഷനാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് തന്നെ ചിന്ത, എണീറ്റിരുന്നാലും അത് തന്നെ ചിന്ത, നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ചിന്ത. എന്ത്? ലോകത്തിലുള്ള ഭാരങ്ങൾ, അതിനെക്കുറിച്ച് ആകുലതകൾ, എന്താവും, എന്തായി തീരും, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിനകത്ത് ആ വേദനകൾ കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി അത് നിറഞ്ഞിരിക്കുക അല്ലേ. ഒരു ബക്കറ്റിനകത്ത് ഞാൻ കുറേ കല്ല് വാരിയിട്ട് നിറച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ നോക്കിയാൽ വെള്ളം അതിനകത്ത് വീഴും? ഇല്ല അല്ലേ, ഇല്ല. ഞാൻ ഒരിക്കൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കർത്താവെ അനേകർക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ലെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം കാണിച്ചു തന്ന ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. ഒരു ബക്കറ്റിനകത്ത് കുറേ കല്ല് വാരി വെച്ചിട്ട് വെള്ളം അങ്ങ് ഒഴിക്കില്ല ഞാൻ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വെള്ളം അതിനകത്ത് വീഴുന്നില്ല. കാരണം എന്തോ ഇരിക്കുക അതിനകത്ത്, കല്ല്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ കല്ലിനെ തട്ടിക്കളയണം അല്ലേ. ഈ കല്ലിനെ പുറത്തേക്ക് കളയണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വെള്ളം ഒഴിക്കാൻ പറ്റും. കറക്റ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ആകുലതകളും പ്രയാസങ്ങളും നിരാശകളും എല്ലാം പുറത്തേക്ക് അങ്ങ് തട്ടിക്കളയണം. ഇതെല്ലാം ആരതാ? ദൈവം ആകുലതയും പ്രശ്നങ്ങളും നിരാശകളും തരുമോ? അപ്പോൾ ആരതാ ഈ സാധനങ്ങൾ? പിശാചിൻ്റെ. അത് നമുക്ക് വേണ്ടെന്ന്. അത് നമുക്ക് വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് പിശാച് തരുന്ന ഒരു ചിന്തകളും ആകുലതകളും പ്രശ്നങ്ങളും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഇന്ന് എന്നെ തന്നെ ഒഴിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ഒഴിച്ചിടാൻ പോവുകയാ. എന്തിനു വേണ്ടിയിട്ടാ? പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം. ഹല്ലേലൂയ. ആ ദാഹം എന്നിലേക്ക് വരണം. രണ്ടാമത് ഒരു കാരണം, ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളുണ്ട്. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളില്ല. കുറച്ച് പേര് കേട്ടോ. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് വേണമെന്നുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇയാൾ കണ്ണ് തുറക്കുമ്പോഴേ കാണുന്നത് അയാളുടെ PA ആണ്. വന്ന് ഓരോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുക. ഫയലിൽ ഒപ്പിടണം, ബില്ലിൽ ഒപ്പിടണം, അവിടെ ഒപ്പിടണം, ഇവിടെ ഒപ്പിടണം, ആ പ്രശ്നം ഈ പ്രശ്നം. കണ്ണ് തുറക്കുമ്പോഴേ ഈ ഒരു ലോക ജീവിതത്തിലങ്ങ് ആയിപ്പോവുക. പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരത്താണ് വീടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ബിസിനസ്സിൻ്റെ തിരക്കിനിടയിൽ, ഈ ജോലികളുടെ തിരക്കിനിടയിൽ ഇത് നടക്കുന്നില്ല.
ഇതും ഒരു കാരണമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഒന്ന് ലോകം കൊണ്ടും മറ്റൊന്ന് പിശാചിടുന്ന നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നില്ല. രണ്ട് കാര്യം. അപ്പൊ ഇനി ദാഹം ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇതെല്ലാം കളഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് ദാഹിക്കാൻ തുടങ്ങി, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം എന്ന് ദാഹിക്കുന്നവർ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവന് എൻ്റെ അടുക്കലേക്ക് വരണം. ഇവിടെ വരണം, യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. ഹല്ലേലൂയ. പലരും പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചിട്ട് യേശുവിൽ നിന്ന് ഒത്തിരി കിലോമീറ്റർ മാറിയാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുക്കൽ എത്തിയിട്ടില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം. എത്രത്തോളം അടുക്കലേക്ക് വരണം? യേശുവും നമ്മളും തമ്മിൽ ഒന്നായി തീരണം. ഹല്ലേലൂയ. എനിക്കൊരു പൈപ്പിൽ നിന്ന് ഒരു ബോട്ടിലിലേക്ക് വെള്ളം ശേഖരിക്കണമെങ്കിൽ ഞാൻ ആ പൈപ്പിൻ്റെ എത്ര അടുത്ത് വയ്ക്കണം? ഏറ്റവും അടുത്ത് വയ്ക്കണം അല്ലേ, ചേർത്ത് വയ്ക്കണം പൈപ്പിൽ. സ്തോത്രം. അതുപോലെ ചേരണം. അതുകൊണ്ട് യേശു പറഞ്ഞ കൊമ്പും മുന്തിരി വള്ളിയും പോലെ ഒന്നായി ചേരണം, എങ്കിൽ നിങ്ങളിലും എന്നിലും ആ ജീവൻ ഹല്ലേലൂയ വ്യാപരിക്കാനായിട്ടിടയാം. വേറൊന്നും ചെയ്യണ്ട, ഒന്ന് യേശുവിൽ ചേർന്നങ്ങ് ഇരുന്നാൽ മതി. ഹല്ലേലൂയ. അതുപോലൊന്ന് ചേരാമെങ്കിൽ ഞാനും നിങ്ങളും അറിയാതെ യേശുവിൽ വ്യാപരിക്കുന്ന ആ സ്നേഹം, ആ ജീവൻ, ആ ഉറവ, ആ നിത്യത നമ്മളിലേക്ക് വ്യാപരിക്കും. നമ്മളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുവോ? ഒരിക്കലുമില്ല. അത് ഫലമായി പുറത്തു വരും കൊമ്പുകളിലൂടെ. അത് പറിച്ച് അനേകർ കഴിക്കും. ഹല്ലേലൂയ. എല്ലാവരും ആ സ്നേഹത്താൽ നിറയും, എല്ലാവരും ആ ജീവനാൽ നിറയും, എല്ലാവരും ആത്മാവിനാൽ നിറയും. ഹല്ലേലൂയ. എത്ര മനോഹരമല്ലേ ഇത്. ഹല്ലേലൂയ. അതിനാദ്യം നമ്മളൊന്ന് ചേർന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ ജീവിത പങ്കാളി ചേർന്ന് വരുമോ, മക്കൾ ചേർന്ന് വരുമോ, ബന്ധുക്കൾ ചേർന്ന് വരുമോ? ഒത്തിരി ആകുലപ്പെടുന്നവർ എന്നെ കേൾക്കുന്നില്ലേ? നമ്മൾ ചേർന്നാൽ ബാക്കിയുള്ളവരെല്ലാം നമ്മളിൽ വന്ന് ചേരും. ഹല്ലേലൂയ. കാരണം ഞാനും നിങ്ങളും എവിടെയാ ചേർന്നത്? യേശുവില. ഹല്ലേലൂയ. യേശുവിൽ നമ്മൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് മറ്റുള്ള എല്ലാറ്റിനെയും കർത്താവ് നിങ്ങളിലേക്ക് ചേർത്ത് കൊണ്ടുവരും, യേശുവിലേക്ക് ചേർത്ത് കൊണ്ടുവരും. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ യേശുവിൽ ചേർന്നത് ആദ്യം. ഹല്ലേലൂയ. അവിടെ ഞാൻ ഒട്ടി തന്നെ ഇരുന്ന് ഇളകിപ്പോയില്ല കേട്ടോ. ഹല്ലേലൂയ. അതിന് മുമ്പേ ഉള്ള ഈ ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും അറിയാവുന്ന വ്യക്തികൾ എൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതവും അതിന് ശേഷമുള്ള എൻ്റെ ജീവിതവും നോക്കിയാൽ വളരെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായി പറ്റും. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തെ മുഴുവൻ ആ പരിശുദ്ധാത്മാവ് മാറ്റി. ഹല്ലേലൂയ. എന്നിൽ വ്യാപരിച്ച ജീവൻ മറ്റുള്ളവരിലേക്കും വ്യാപരിക്കാനിടയായി. അതിന്ന് കുടുംബത്തിൽ നിന്ന് മറ്റ് ജനങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹത്തായ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് നിങ്ങളിൽ ഒതുങ്ങാത്ത ശക്തിയാ. ഹല്ലേലൂയ. ആരാ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്? സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. നമുക്ക് ബലഹീനതകൾ ഉണ്ടാകാം, നമുക്ക് കുറവുകൾ ഉണ്ടാകാം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് ബലഹീനതകളില്ല, ലിമിറ്റേഷൻസ് ഇല്ല, കുറവുകളില്ല. ഹല്ലേലൂയ. എല്ലാറ്റെയും നന്നായി നടത്താൻ കഴിവുള്ള ആളാ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ദാഹത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് ഒട്ടണം. ഹല്ലേലൂയ. ഈ ഒട്ടാനായിട്ട് നമ്മളെ ചിലപ്പോൾ പിശാച് സമ്മതിക്കത്തില്ല. ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഒരു ഇടയ്ക്ക്. നമ്മളൊന്ന് കർത്താവുമായിട്ട് ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ രോഗം, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അതുവരെ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ കടന്നു വന്ന് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കും. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ആത്മാവിൽ വളർന്നു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചിന്തിച്ചു, ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? ഒരുമാതിരിപ്പെട്ടവരൊക്കെ അവിടെ വെച്ചങ്ങ് കളയും. ഒരു സഹോദരിയുടെ അനുഭവം എനിക്കറിയാം. ആ സഹോദരി വിശ്വാസ ജീവിതത്തിലേക്ക് പൊങ്ങി വന്നു കേട്ടോ. എനിക്ക് അന്യഭാഷയൊക്കെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ആ സഹോദരിയുടെ ജീവിതത്തിൽ എവിടെ നിന്നറിയാതെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നതുപോലെ അന്നേരം കഷ്ടത വന്നു. ഭർത്താവും ആ സഹോദരിയും കൂടെയൊക്കെ ആകെ പ്രശ്നമായി, ബഹളമായി. അപ്പോൾ സഹോദരി പറഞ്ഞ എന്താണെന്നറിയാമോ? സിസ്റ്ററെ, ആത്മീയമായിട്ട് വളരാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആത്മീയമായിട്ട് വളരണ്ട. മനസ്സിലായോ? അതുപോലെ തോന്നിക്കാൻ കള്ള പിശാചിന് കഴിഞ്ഞല്ലോ എന്നാ. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിച്ചോളാം, ഇത് ഇവന്റെ തലയെ ചവിട്ടി എനിക്ക് പുറത്ത് പോകാനുള്ള ഒരു പടിയാണെന്ന് വിചാരിക്കണം. പ്രശ്നം മനസ്സിലായല്ലോ? ആ പ്രശ്നത്തെ നമ്മൾ ചവിട്ടുപടികളാക്കി മുന്നോട്ട് കയറണം. അവിടെ തളർന്നു പോകാനും തകർന്നു പോകാനും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ആരാധന നടത്തി ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ കടക്കാർ കയറി ഇതിനിടയിൽ വന്നളഞ്ഞു. ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
അവർ വന്ന് ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരുന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും വിശ്വാസത്തിരിക്കുന്ന ഞാൻ പോലും തളർന്നുപോയി. സത്യമാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മുന്നോട്ട് പോ. ഹല്ലേലൂയ. ചെങ്കടൽ കണ്ട് നീ അവിടെ നിൽക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, മുന്നോട്ട് പോ. ഹല്ലേലൂയ. മുന്നോട്ട് പോയാൽ വഴിയുണ്ട്. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ തകർന്നു പോകും. അപ്പോൾ കേൾക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരമുണ്ട്, അതാ ബലപ്പെടുത്തുന്നത്. ചെങ്കടൽ മുന്നിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ എല്ലാവരും പിറുപിറുത്തില്ലേ ദൈവത്തെ നോക്കി, അല്ലേ? ഒരു വഴി അവർ കണ്ടില്ല, അവിടെ തീരാൻ പോവുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ സർവശക്തനായ ദൈവം ചെങ്കടലിനടിയിൽ ഒരു വലിയ വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് കണ്ടില്ല എന്ന്. ഇതാ കുഴപ്പം, നമ്മൾ എന്ത് ചെയ്തില്ല? കാണുന്നില്ല ചിലത്. നമുക്ക് വേണ്ടി ദൈവം വലിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മളത് കാണണമെങ്കിൽ നമ്മുടെ ആത്മകണ്ണ് ഈ നാളുകളിൽ തുറക്കണം. ഹല്ലേലൂയ. തുറക്കുമ്പോൾ ചിലത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, അപ്പാ എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ എനിക്ക് തുറന്നു തരണമേ. എൻ്റെ ഭാവി കാണാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കാണാൻ, എൻ്റെ തലമുറകൾ അങ്ങേക്ക് വേണ്ടി നിൽക്കുന്നത് കാണാൻ എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ എനിക്ക് തുറന്നു തരണമേ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് ആകുലതകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിക്കും, അപ്പാ അവരെന്തായി തീരുമെന്ന് എന്നെ കാണിക്കാമോ? ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവരിപ്പോൾ ഏതേത് വഴിക്ക് എന്തെല്ലാമാണ് അവരുടെ സാഹചര്യമെങ്കിലും എനിക്ക് വിഷമം തോന്നില്ല. അവർ എന്തായിത്തീരുമെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഈ സാഹചര്യത്തെ നോക്കിയല്ല വിഷമിക്കേണ്ടത്, നമ്മൾ എന്താവാനുള്ളവരാണെന്ന് നോക്കണം. ഹല്ലേലൂയ. എന്താവാനുള്ളവരാ നമ്മൾ, അത് നോക്കിയാൽ മതി. നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ തകർത്ത് കളയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സാഹചര്യത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, ഒരു പ്രത്യാശ നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. ഇതിനെ സകലത്തെയും ജയിച്ച് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം. എന്താ വാഗ്ദത്തം? ലക്ഷക്കണക്കിന് ജനങ്ങളെ എനിക്ക് വേണ്ടി നീ നേടും. ഹല്ലേലൂയ. ഞാൻ നോക്കുന്നത് ആ വാഗ്ദത്തത്തില. ഹല്ലേലൂയ. എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലോ ഇവിടുത്തെ പ്രതിസന്ധിയിലോ എത്ര പേർ ഇവിടെ വരുന്നെന്നോ ആരാധിക്കുന്നെന്നോ എൻ്റെ വിഷയമല്ല. കർത്താവ് എന്നോട് പറഞ്ഞത് ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ജനങ്ങളെ നീ എനിക്ക് വേണ്ടി നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കി ഓടും. ഹല്ലേലൂയ. ബാക്കി എന്തെല്ലാം വന്ന് എന്നെ പിടിക്കാൻ ശ്രമിച്ചാലും പല്ലി വാലെ മുറിച്ചിട്ട് ഓടുന്നത് പോലെ അതിനെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഓടും. വാല് പിന്നെയും വരും, അത് വന്നോട്ട്. ഹല്ലേലൂയ. പക്ഷെ ഓട്ടം മുന്നിലോട്ട് മാത്രമാണ്. ഹല്ലേലൂയ. അതിനെ തകർക്കാനായിട്ട് പിശാച് വന്ന് ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കർത്താവ് പറഞ്ഞു, ഒരു വശത്തേക്ക് മാറി നില്ല് പിശാചേ. ഹല്ലേലൂയ. നീ മാറിപ്പോ സാത്താനെ. ഹല്ലേലൂയ. വചനമെടുത്ത് ഞാൻ പറയും, പ്രതിസന്ധി മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പിശാചിന് പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാലെ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ വഴിമാറാനായിട്ടിടയാകും. പെട്ടകവും ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം മാറി. ഹല്ലേലൂയ. അവർ സുഖമായി അക്കരെ പോയി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഞാനും നിങ്ങളും ആ പ്രതിസന്ധിയുടെ മേലൊന്ന് ചവിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടില്ലല്ലോ, അവൾ പേടിച്ച് ബാക്കിലോട്ട് മാറി നിൽക്കും. ഹല്ലേലൂയ. അതിനല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. കർത്താവിനോട് ചേർന്നിരുന്ന് ആത്മാവിൻ്റെ ബലം പ്രാപിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ. ഹല്ലേലൂയ. അതിന് കഴിയണമെങ്കിൽ നമുക്ക് ഈ ആത്മാവിൻ്റെ ശക്തി വേണം, അല്ലാതെ പറ്റത്തില്ല. ഈ ആത്മാവിൻ്റെ ബലം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഹല്ലേലൂയ. ഈ ശക്തിയാലെ നമ്മൾ മുന്നോട്ട് പോകണം. കർത്താവിനോട് പറയണം, അനുദിനം ആത്മാവിനാലെ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. ഇതുവരെ നിറച്ചത് പോരാ. ഇതുവരെ ഞാനൊരു ഗ്ലാസ്സിലാണ് കുടിച്ചതെങ്കിൽ ഇനി ഒരു സിൻഡെക്സിന്റെ ടാങ്കിലോട്ട് മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ഒരു സമുദ്രം മുഴുവൻ എനിക്കായി കിടക്കുകയല്ലയോ. ഹല്ലേലൂയ. ഞാൻ തീരുമാനിക്കണം ഞാൻ എത്രത്തോളം പാനം ചെയ്യണമെന്ന്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് കുടിക്കണം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിനെ പാനം ചെയ്യുന്നവരായി മാറണം, പാനം ചെയ്യുന്നവളായി മാറണം, പാനം ചെയ്യുന്നവനായി മാറണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് കുടിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടുവോളം കുടിക്കണം, ആത്മനദിയിൽ നിന്ന് കുടിക്കണം. ഹല്ലേലൂയ. അങ്ങിൽ നിന്ന് ആത്മാവിനെ എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ, എനിക്ക് ആത്മാവിനെ അങ്ങ് തരണം, അളവുകളില്ലാതെ എന്നിലേക്ക് പകരണം കർത്താവേ. യേശു
യേശുവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത നിത്യഘനം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവിടെ ആളും മാറിയതുപോലെ ആ വ്യക്തികൾ മാറണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അളവുകളില്ലാതെ ദൈവം നിങ്ങളെ നിറയ്ക്കും. ആഗ്രഹത്തോടെ ആരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് കുടിക്കാനായി വരുന്നോ അവരെ എല്ലാം ദൈവം നിറയ്ക്കും. എത്രത്തോളം നിങ്ങൾക്ക് കുടിക്കാമോ കുടിച്ചോ, എത്രത്തോളം നിങ്ങൾക്ക് കോരിയെടുക്കാമോ അത്രത്തോളം കോരിയെടുത്ത് നിറഞ്ഞോ. നിങ്ങൾ നിറഞ്ഞവനായി നിറഞ്ഞവളായി റോഡിലൂടെ നടക്കുമ്പോൾ കാണുന്നവർ പറയട്ടെ, ആ വ്യക്തിയുടെ മുഖത്ത് ദൈവത്തിന്റെ പ്രകാശം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ നമ്മൾ നിറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. കുടിക്കുന്തോറും നമ്മളിൽ ഇത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ ഡാമൊക്കെ അറിയാം അല്ലേ? ഡാമൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടോ? എനിക്കൊരിക്കൽ ഡാം കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ടി വിയിലെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഡാമിലൊക്കെ ഷട്ടറുകളുണ്ട്. അവിടെ വെള്ളമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടി നിർത്തിയിട്ടുണ്ട് അല്ലേ? ഈ വനപ്രദേശത്തുനിന്ന് വരുന്ന വെള്ളം എല്ലാ ദിവസവും അവിടെ മഴയുണ്ട്. വനപ്രദേശങ്ങൾ വൃഷ്ടി പ്രദേശങ്ങൾ എന്നാണ് അറിയുന്നത്. മഴ എപ്പോഴും പെയ്യുന്ന പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടാണ്? അവിടെ ധാരാളം മരങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ എല്ലാവരും വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മഴയും കുറവാണ്. ഹല്ലേലൂയ. മഴ ഉള്ളപ്പം മഴ, ഇല്ലാത്തപ്പം മഴയും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം വരുന്നവനെ അവർ കെട്ടി നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും കേട്ടോ. അതിനു വേണ്ടിയാണ് ഈ ഡാമുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഡാമിൽ മഴ സമയത്ത് വെള്ളം നിറയും. അപ്പോൾ എന്ത് ചെയ്യും അവര്? ഷട്ടർ തുറക്കും അല്ലേ? അലർട്ട് കൊടുക്കും എല്ലായിടത്തും. ഷട്ടർ തുറക്കുകയാണ് ഡാമിന്റെ പരിസരത്തുള്ളവർ സൂക്ഷിക്കുക അല്ലേ? ഷട്ടർ തുറക്കുമ്പോൾ അതുവരെ കെട്ടി നിർത്തിയ വെള്ളം ഫോഴ്സോടെ ഒഴുകും. ഹല്ലേലൂയ. നിങ്ങൾ കുടിക്കുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആ ഷട്ടർ ഒന്ന് തുറക്കുമ്പോൾ, നിങ്ങളുടെ വായാകുന്ന ഷട്ടർ ഒന്ന് തുറക്കുമ്പോൾ അതിലൂടെ ഒഴുകാനായിട്ടിടയാകും. ആ ഒഴുക്കെന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. കാരണം നാളുകളായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അത് ഒഴുകിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും. ഒഴുകാൻ സമയമായി. ചില ഷട്ടറുകളെ ദൈവം തുറക്കാനായിട്ട് ആഗ്രഹിക്കുക. അനേകം വ്യക്തികളുടെ ഉള്ളിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ദൈവകൃപ കെട്ടിക്കിടക്കുക. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവം അതിനെ തുറന്നുവിടും. ആത്മാവിന്റെ നദികൾ നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കാനായി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഷട്ടറുകൾ തുറന്ന് ഈ വെള്ളം ഒഴുകി വരുമ്പോഴുണ്ടല്ലോ, ചില ഒഴുകാത്ത ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വരണ്ട് കീറി വെള്ളമില്ലാത്തത് അല്ലേ? നമ്മുടെ ഇവിടെ ഒരു ചാനലുണ്ടല്ലയോ, അതിൽ ചവറൊക്കെ കയറി കിടക്കും അല്ലേ? പുല്ലൊക്കെ പിടിച്ച് ചവറും ചുള്ളിയും എല്ലാം നിറഞ്ഞു കിടക്കുക. കവറുകളും പ്ലാസ്റ്റിക്, ഇപ്പോൾ ഒക്കെ ഒത്തിരി മാറ്റമുണ്ട്, പ്ലാസ്റ്റിക് ഒക്കെ ഇടരുതെന്ന് പറയുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ചവറും അവിടെ കാണത്തില്ല, കമ്പും കാണില്ല, ചുള്ളിയും കാണില്ല, തടിയും കാണില്ല, ചെടിയും കാണില്ല, എല്ലാത്തെയും കൂടെ അടിച്ചുകൊണ്ട് അങ്ങ് പോവും. നനഞ്ഞു കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളെ ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്നറിയാമോ? വൃഷ്ടി പ്രദേശങ്ങൾ പോലെ ഇത് മനോഹരമായി മാറ്റും. വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, മരുഭൂമി പോലെ കിടക്കുന്ന ചിലതിനെ മലർവാടിയാക്കി ഈ നദി മാറ്റും. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഉറവകൾ, ഹല്ലേലൂയ, നിങ്ങൾ കുടിച്ച് നിങ്ങളിൽ നിറഞ്ഞ് നിങ്ങളിൽ നിന്ന് അത് പൊട്ടിപ്പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അനേക ഉണങ്ങിയ മരുഭൂമികളെ അത് നനയ്ക്കുവാനായി പോകുന്നു. ഇതുവരെ അവിടെ ഒരു പുൽക്കൊടി പോലും പൊടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന ചില ആത്മനദികൾ ചില മരുഭൂമികളെ മലർവാടികളാക്കി മാറ്റും. ഹല്ലേലൂയ. പൂന്തോട്ടങ്ങളാക്കി മാറ്റും. ചില ജീവിതങ്ങളെ അത് പൂന്തോട്ടമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഞാനത് കണ്ടോണ്ടാ പറയുന്ന. ഹല്ലേലൂയ. ചില വിണ്ട് കീറിയ അനുഭവങ്ങൾ ചിലരുടെ ജീവിതങ്ങളിലുണ്ട്. ഹല്ലേലൂയ. അതിനെല്ലാം നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ആത്മനദി, ഹല്ലേലൂയ, നനയ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായി പോകുന്നു. ഹല്ലേലൂയ. പാഴും ശൂന്യവുമാ ചില ജീവിതങ്ങൾ. എന്നാൽ നിങ്ങളിലേക്ക് ഈ ആത്മനദി ഒഴുകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, അങ്ങനെ സംഭവിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മനദി ഒഴുകുമ്പോൾ ചില പാഴും ശൂന്യവുമായ ജീവിതങ്ങൾ പച്ചയിട്ട് തളിർക്കുന്ന ജീവിതങ്ങളായി കർത്താവെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതം മാറും? ഈ ആത്മനദി ഒഴുകുമ്പോൾ എൻ്റെ വരണ്ട അനുഭവങ്ങൾ മാറും. ഈ ആത്മനദി ഒഴുകുമ്പോൾ മരുഭൂമി മലർവാടിയാകും. ഹല്ലേലൂയ. എൻ്റെ ദേശം മാറും, എൻ്റെ കുടുംബം മാറും, എൻ്റെ മക്കൾ മാറും. ഹല്ലേലൂയ. അതിന് നമ്മൾ എന്ത് വേണം? ദാഹത്തോടെ
കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർന്നിരുന്ന് കർത്താവിൽ നിന്ന് പാനം ചെയ്യുന്നവരായി തീരണം. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളിങ്ങനെ നിറയുന്നത്? വചനം കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആത്മാവിനാൽ നിറയുന്നത് കേട്ടോ. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉണരുകയാണ്. ഹല്ലേലൂയ. വചനം നിങ്ങളെ കത്തിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആത്മാവിനാലെ നിറയും. വചനം വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ആത്മാവിനാലെ നിറയും, ജീവനാലെ നിറയും. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്നത് എന്താണ്? ആത്മാവാണ്. ഹല്ലേലൂയ. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? മാംസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം അല്ലേ? നമ്മുടെ ശരീരം കൊണ്ട് ഉപയോഗം വല്ലതും ഉണ്ടോ? ഉപയോഗമുണ്ട്, ഈ ഭൂമിയിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലേ? പക്ഷെ അതിൽ നിന്ന് വലിയ ലാഭമൊന്നും നമുക്കില്ല അല്ലേ? ഈ ശരീരം കൊണ്ട് ഒരു ആയുസ് മുഴുവൻ നമ്മൾ ജീവിച്ചിട്ട് ഈ മണ്ണിലേക്ക് ആ ശരീരം ചേരും. പക്ഷെ നമ്മളെ ജീവിപ്പിക്കുന്നത് എന്താണ്? ആത്മാവാണ്. യേശു പറഞ്ഞ വചനങ്ങൾ എന്താണെന്നാ പറഞ്ഞേ? ജീവനും ആത്മാവുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുമ്പോഴല്ലേ നിങ്ങൾ ആത്മാവിനാൽ നിറയുന്നത്? സ്തോത്രം. തീർച്ചയായും നിങ്ങൾ എത്രത്തോളം വചനം കേൾക്കുന്നോ അത്രത്തോളം നിങ്ങൾ ആത്മാവിനാൽ നിറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? സ്തോത്രം. അതെ, ഞാനിപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഹൃദയത്തിനകത്ത് അളവില്ലാതെ എൻ്റെ ദൈവം ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അതിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. സ്തോത്രമില്ലേ? തീർച്ചയായും എൻ്റെ ശരീരത്തിലൊക്കെ ചില സമയത്ത് രോമാഞ്ചം വരുന്നത് പോലെ തോന്നും. ആത്മാവ് ഇങ്ങോട്ട് നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം നിറച്ചുകൊണ്ടിരിക്കുക. എവിടെ ഇരുന്നാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്? യൂട്യൂബിൽ എന്നെ വചനം കേൾക്കുന്നവർ, നിങ്ങൾ ഭവനത്തിലിരുന്ന് ഇപ്പോൾ ആത്മാവിനാലെ നിറയുകയത്രേ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ ഉള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി എന്ത് സംസാരിക്കുന്നു? എന്നാ ഉയരത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിലുള്ളവൻ ഭൂമിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ ഭൂമിയിലുള്ള ആളാണോ സ്വർഗത്തിലുള്ള ആളാണോ എന്ന് നമുക്കറിയാൻ വേണ്ടി എന്ത് ചെക്ക് ചെയ്താൽ മതി? പറഞ്ഞാട്ടെ. ഇപ്പൊ പറഞ്ഞെന്നില്ലേ? ആ ക്വസ്റ്റ്യനാണ്. ഒരാൾ ഭൂമിയിലുള്ള ആളാണോ സ്വർഗത്തിലുള്ള ആളാണോ എന്നൊന്ന് അറിയാൻ അയാളുടെ എന്ത് മാത്രം നമുക്ക് കേട്ടാൽ മതി? സംസാരം കേട്ടാൽ മതി. ഭൂമിയിലുള്ളവൻ ഏത് കാര്യം സംസാരിക്കും എന്നാ പറഞ്ഞ? ഭൂമിയിലുള്ള കാര്യവും സ്വർഗത്തിലുള്ളവൻ സ്വർഗത്തിൽ താൻ കണ്ടതും കേട്ടതുമായ കാര്യവും സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ഭൗമികനാണോ സ്വർഗീയനാണോ എന്ന് എങ്ങനെ അറിയാം? അവന്റെ സംസാരം കേട്ടാൽ അറിയാം. ഹല്ലേലൂയ. അവൻ സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം. ഹല്ലേലൂയ. ഒരാൾ സംസാരിക്കുമ്പോൾ അവൻ ഭൂമിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവന് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. കാരണം എന്താണ്? ഭൂമിയിലുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലുള്ള കാര്യങ്ങൾക്കാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാ? അവൻ ആത്മമണ്ഡലവുമായി ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരായിട്ടാ? സ്വർഗീയന്മാരായിട്ടാ. ഹല്ലേലൂയ. നമ്മൾ സ്വർഗീയരാണോ ഭൗമികരാണോ? സ്വർഗീയരാണോ ഭൗമികരാണോ? നമ്മൾ സ്വർഗത്തിലുള്ളവരാണോ ഭൂമിയിലുള്ളവരാണോ? അതിപ്പോ പറഞ്ഞുതരാം. ഞാൻ വചനം വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് പറഞ്ഞു തരാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനാലൊന്നും നിറയാനായിട്ട് സാധ്യമല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമ്മൾ ഭൗമികരാണോ സ്വർഗീയരാണോ എന്ന് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. എഫേസ്യർ 2:19 ആണോ? അത് ഫിലിപ്പിയർ. എഫേസ്യർ 2:19. ആകയാൽ തുടങ്ങുന്ന ഒരു വചനമുണ്ട്.
ആ അന്യന്മാരും, ആ അത് തന്നെ, ആമേൻ, അത് തന്നെ, ആ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. മതി സിസ്റ്ററെ. ഇപ്പൊ ആരാ നമ്മള്? ദൈവത്തിന്റെ ഭവനക്കാരാ. ദൈവത്തിന്റെ ഭവനം എവിടെയാ? അപ്പൊ എവിടെ ഉള്ളവരാ നമ്മള്? സ്വർഗത്തിൽ. എന്നാ പറഞ്ഞാട്ടെ, ഹൃദയത്തിലോട്ട് കൈവച്ച് ഞാൻ സ്വർഗീയനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ സ്വർഗീയനാ, ഞാൻ ഭൗമികനല്ല, ഞാൻ ഭൂമിയിലുള്ളവനല്ലെന്ന്, ഞാൻ സ്വർഗത്തിലെ അപ്പന്റെ ഭവനത്തിലെ അംഗമാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറഞ്ഞോണ്ട് നടക്കണം. ഹല്ലേലൂയ, ഞാൻ സ്വർഗീയനാ. ഹല്ലേലൂയ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നിയാലും സ്തോത്രം, ഞാൻ ഈ ഭൂമിയിലുള്ളവനല്ല, ഞാൻ സ്വർഗീയനാ. ഹല്ലേലൂയ, എൻ്റെ ഭവനം സ്വർഗത്തില, സ്വർഗീയ ഭവനക്കാരാ. അപ്പൊ ഞാൻ പറയുക, നമ്മൾ 4 പേര് ഈ ഭവനക്കാരാ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭവനത്തിൽ താമസിക്കുന്നവർ അല്ലേ? അപ്പൊ സ്വർഗീയരാണെന്ന് പറഞ്ഞാലോ? സ്വർഗത്തിലെ ഭവനക്കാലത്തിലെ അംഗം എന്ന് പറഞ്ഞാലോ? സ്വർഗത്തിൽ നമ്മൾ താമസിക്കുക. ഹല്ലേലൂയ, അതുപോലെ അപ്പനാക്കി വെച്ചിരിക്കുക. നിങ്ങളൊന്ന് അത് തിരിച്ചറിഞ്ഞ സഹോദരങ്ങളെ. ഇതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വചനത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. ഹല്ലേലൂയ, എത്ര പേർക്ക് അത് വേണം? സ്തോത്രം. വേണമെന്നുള്ളവർക്ക് കർത്താവ് തരും. ഹല്ലേലൂയ, ഞാൻ സ്വർഗീയനാ, ഞാൻ സ്വർഗത്തിലെ ഭവനത്തിലെ അംഗമാ. ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു തരാം. ഫിലിപ്പിയർ 3:20. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. മതി. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലല്ലേ? ഇപ്പോ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരാണെന്ന് പറയില്ലേ? അല്ലെ? ഇന്ത്യയിലുള്ളവർ, US-ലുള്ള, അമേരിക്കയിലുള്ള ആൾ പറയും ഞാൻ അമേരിക്കക്കാരനാണ്. അപ്പൊ നമ്മൾ എവിടുത്തെ ആരാന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ ഉള്ളവരാണ്. അപ്പോ സ്വർഗത്തിലുള്ളവരെ കണ്ട തിരിച്ചറിയണ്ടേ? എങ്ങനെ തിരിച്ചറിയും? ഇപ്പോഴായിട്ട് പറഞ്ഞില്ലേ, അവന്റെ സംസാരം. ഹല്ലേലൂയ, അവനെ തിരിച്ചറിയുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒറ്റ ടെക്നിക്കേ ഉള്ളൂ. സ്വർഗീയന്മാർ സ്വർഗത്തിലുള്ളത് സംസാരിക്കും. താൻ കാണുകയും കേൾക്കുകയും ചെയ്ത സ്വർഗീയ കാര്യങ്ങൾ പറയും. ഭൗമികനായവനോ ഭൂമിയിൽ താൻ കാണുകയും കേൾക്കുന്നത് പറയും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് കാണണോ ഭൂമിയിലുള്ളത് കാണണോ? സ്വർഗത്തിലുള്ളത് കണ്ടാൽ മതി. എന്നാൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ, കർത്താവേ ഞാൻ സ്വർഗീയനാണെങ്കിൽ അങ്ങ് എനിക്ക് സ്വർഗത്തിലുള്ളത് കാണിക്കണമേ. ഹല്ലേലൂയ, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവിനോട്. അപ്പൊ എന്നെ സ്വർഗത്തിലുള്ളത് അങ്ങ് കാണിക്കും. ഭൂമിയിലുള്ളത് കണ്ട് ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? സകലതും നശിച്ചു പോകുന്നതാ. സ്വർഗീയനാണെങ്കിൽ ഞാൻ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നവനായി മാറണം. ഞാനിപ്പോ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ, നിങ്ങളും അങ്ങനെ മാറണം. ഹല്ലേലൂയ, കാരണം നമ്മൾ ആരാ? സ്വർഗീയന്മാരാണെങ്കിൽ നമ്മൾ സ്വർഗീയ കാര്യങ്ങൾ പറയുന്നവരായി തീരണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കാർ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നത്? അവരെന്ത് കാര്യമാണ് പറയുന്നത്? ഈ ഭൂമിയിലുള്ളതല്ലേ? അവരുടെ കുറ്റങ്ങൾ, ഇവരുടെ കുറവുകൾ അല്ലേ? അപ്പുറത്ത് നടന്ന കാര്യങ്ങൾ, പിന്നെ എന്തുവാ? സിനിമയിലെ കഥകൾ, ഞാൻ കേട്ടിട്ടുള്ള കാര്യം, സീരിയലിലെ കഥകൾ, ഇതൊക്കെയാ പറയുന്നത്. കാരണം എന്താ? അവര് കാണുകയും അവര് കേൾക്കുകയും ചെയ്യുന്നത് അതാ. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കുറ്റമല്ലത്, അവർക്ക് അതേ പറയാനായിട്ട് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പറയാൻ ഞാൻ സ്വർഗത്തിലുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന്? ഹല്ലേലൂയ, നിങ്ങൾക്ക് പറയാൻ ഞാൻ ചില സ്വർഗീയ മർമ്മങ്ങളെയും സ്വർഗീയ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തി തരാനായിട്ട് പോവുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കാണണം, സ്വർഗത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അനേകരെ എനിക്ക് യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള ആത്മനദി എന്നിലേക്ക് ഒഴുക്കണമേ, അത് എന്നിൽ നിന്നും തലമുറകളിലേക്ക്, ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിങ്ങളത് സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ, ഈ ആത്മാവിൻ്റെ ശക്തിയാലെ അനുദിനം കർത്താവെ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ആത്മാവിൻ ശക്തിയാൽ അനുദിനം നിറയ്ക്കും യേശുവിൻ്റെ കൂടെയുള്ളതാ. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഇനി പൂവിൽ ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഈ പൂവിൽ ഞാൻ ഭയപ്പെടില്ല. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നിറയ്ക്കും യേശുവിൻ്റെ കൂടെയുള്ളതാ. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, പൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഹല്ലേലൂയ, ഭൂവിൽ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്.
എന്തുകൊണ്ടാ? ഞാനും നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരല്ല. നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ നിങ്ങളെ ചിന്തിക്കരുത്. നമ്മൾ ആരാ? സ്വർഗീയന്മാരാ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വെളിപ്പാട് പറഞ്ഞു തന്നു. ആരാ? ആത്മാവാ. അത് മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ ആത്മാവാണ്, സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തു മതി? ആത്മാവും ആത്മശക്തിയും മതി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജഡപ്രകാരം എന്തെല്ലാം വേണോ അത് നിങ്ങൾക്ക് ദൈവം നൽകി തരും. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ദാഹം എന്തിനായിരിക്കണം? എനിക്ക് ആത്മാവിനാലെ നിറയണം. ഹല്ലേലൂയ. ഈ ഷട്ടർ തുറക്കുമ്പോൾ, എന്നിൽ നിന്ന് ഈ വെള്ളം ഒഴുകുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഈ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകണം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഈ ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഒന്നും ചെയ്തില്ല. സകല പ്രതിസന്ധികളും എൻ്റെ മുമ്പിൽ നിന്ന് ആത്മനദി ഒഴുക്കി മാറ്റി ജീവനില്ലാതെ കിടന്ന പല വിഷയങ്ങളെയും ദൈവം ജീവിപ്പിച്ചെന്ന്. ഹല്ലേലൂയ. അതിന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈ ജീവൻ വ്യാപരിക്കാനായിട്ട് ഇടയാകണം. എത്ര പേർ ദാഹത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കുടിക്കാനായി വരുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് എപ്പോഴും വചനം വായിക്കുമായിരുന്നു. ഒന്നും മനസ്സിലാകില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അറിഞ്ഞില്ല, ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞില്ല. നിങ്ങൾക്ക് അഭിഷേകമില്ല, അന്യഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞൊന്നും നിങ്ങൾ ആകുലപ്പെട്ടു പോകേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ ഈ വചനം വായിച്ച് ഇതിനാലെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആത്മാവ് നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം ആണ പൊട്ടുന്ന പോലെ ഇത് പൊട്ടും. ഹല്ലേലൂയ. നിറഞ്ഞാൽ ഇത് പൊട്ടിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ബലൂണ് പൊട്ടി കാറ്റ് പുറത്തു പോകുന്ന പോലെ, ഹല്ലേലൂയ, വലിയ വലിയ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്ന പോലെ, ചില പാറ പിളർപ്പുകളിൽ നിന്ന് മോശ വടി കൊണ്ട് അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറത്തു ചാടിയതുപോലെ, ഹല്ലേലൂയ, ഈ നാളുകളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവ ജലത്തിൻ്റെ നദികൾ ഒഴുകുവാനായി പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, എന്നിൽ നിന്നും ആ ഉറവ പൊട്ടി പുറപ്പെടട്ടെ. ഹല്ലേലൂയ. എന്നിൽ നിന്നും ആ ഉറവ പൊട്ടി പുറപ്പെടട്ടെ. അതെൻ്റെ തലമുറകളെ നനയ്ക്കട്ടെ, ദേശത്തെ നനയ്ക്കട്ടെ, ദേശത്തിൻ്റെ ശൂന്യതകൾ മാറട്ടെ. ഹല്ലേലൂയ. അനേക ജീവിതങ്ങളുടെ ശൂന്യത മാറ്റാൻ അപ്പാ എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. നമ്മൾ ഈ ആത്മാവിനാൽ നിറഞ്ഞെങ്കിലേ അതിന് സാധ്യമാകുള്ളൂ. നിങ്ങളെ നിറയ്ക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കരങ്ങളെ ചേർത്തടിച്ചവന് ഗാനം പാടിയാലോ? ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും പേർ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.